ഹായ് കൂട്ടുകാരെ, ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അമ്മ ദൂരെ നിൽക്കണം, അമ്മ ഇങ്ങോട്ട് ഓടി, അമ്മ മാറി നിൽക്കും. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 4 പേരും കൂടി നമ്മുടെ ചോട്ടാ ഭീമിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഒരു ചെറിയൊരു കറക്കം. അപ്പൊ ഇവിടെയൊക്കെ വെള്ളമായി, നമ്മുടെ മുറ്റത്തൊക്കെ നല്ല മഴ പെയ്യുന്നു. അപ്പൊ അത് അച്ചുവും കണ്ണനും ഒക്കെ വണ്ടിയെ കയറി ഇരിപ്പുണ്ട്. കണ്ട, നമ്മുടെ അച്ചുക്കുട്ടി ഇരിപ്പുണ്ട്, കണ്ണൻ ഇരിപ്പുണ്ട്. ഇത് കണ്ട കൂട്ടുകാരെ, നല്ല വെള്ളമാണ് ഇവിടെയൊക്കെ. കണ്ട, അതെ പൂഴിയൊക്കെ ഇളകി, ഇത് നല്ല വെള്ളമായിപ്പോയി ഇവിടെ. അപ്പൊ നമ്മള് പോയിട്ട് വരാം. അപ്പൊ നിങ്ങളും പോലെ നമുക്ക് ഒന്നിച്ച് കറങ്ങിയിട്ട് വരാം. കൂട്ടുകാരെ, അങ്ങനെ ഇതേ ഞങ്ങൾ തവണക്കടവിൽ വന്ന് ഇതേ ബോട്ടിന് വൈക്കത്തേക്ക് പോകാനാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ശരണ്യൊക്കെ ഭയങ്കര പേടിയാണല്ലേ. എല്ലാവരും കൂടി നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ചോട്ടാ ഭീം വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ശരണ്യ കയറണ്ടേ? ആ, ജങ്കാറില്ല, ജങ്കാറ് സർവീസ് ഇന്നില്ല. കണ്ണപ്പൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവ് വട്ടയിട്ട് പറക്കുന്നു. ഇത് കണ്ണപ്പ ഒന്ന് വിളിച്ചു, ഒന്ന് വിളിച്ചേ ശരണ്യ. ശരണ്യനെ എന്തോ പരിചയം ഉണ്ടെന്ന് യൂട്യൂബ് കാണുന്ന പ്രാവാൻ പറ്റിയാണ്. കൂട്ടുകാരെ, ഞങ്ങളിത് തവണക്കടവിലെത്തി. അങ്ങനെ അതെ ബോട്ട് കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണെന്നൊന്ന് നമ്മുടെ കൂട്ടുകാരെ ആദ്യം പരിചയപ്പെടുത്തുക. നമ്മുടെ ചോട്ടാ ഭീമിനെ കാണാൻ പോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു വീഡിയോ. എന്തായാലും ഷൈജുവിന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ വൈഫ് ശരണ്യക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു തവണക്കടവ് വൈക്കം ബോട്ട് യാത്ര ചെയ്യണമെന്നുള്ളത്. ഞങ്ങൾ എന്തായാലും ആ ആഗ്രഹം ഇന്ന് നിറവേറ്റിയിരിക്കുകയാണ്. അവര് സന്തോഷത്തിലാണ്. ശരണ്യ ആദ്യമായിട്ടല്ലേ ബോട്ട് യാത്ര ചെയ്യാൻ, ആദ്യമായിട്ട് ചെയ്യാൻ പോയി. എൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് മുഖത്ത് കാണാൻ. പിന്നെ ഇവിടെ ജങ്കാർ സർവീസ് ഇല്ലല്ലേ? നിർത്തി വെച്ചിട്ട് നമ്മുടെ കണ്ണപ്പനും അച്ചക്കുട്ടിയൊക്കെ അതെ ബോട്ട് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നമുക്ക് പോകാനുള്ള ബോട്ട് ഇത് ഇങ്ങോട്ട് അടുത്തണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ വരുന്ന നമ്മുടെ സോളാർ ബോട്ടിലാണ് കേട്ടോ വൈക്കത്തേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ പോകുന്നത്. കണ്ട, നല്ല ഭംഗിയല്ലേ? ആണ്, നമ്മൾ അകത്ത് കയറി ഒന്നും അറിയത്തില്ല. ആദ്യം ഒരു പേടിയെല്ലാം ഉണ്ടായിരുന്നു എങ്ങനെയാണ്, പക്ഷെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അന്ത് ഇരിക്കുന്ന പോലും അറിയാൻ പറ്റില്ല, അതുപോലെ സുഖമായിരുന്നു. അതെ അതെ. പിന്നെ ഞാൻ ഓർത്ത് കേട്ടോ ശരണ്യക്ക് ഭയങ്കര ടെൻഷനായിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈക്കത്തെത്തി. സൂപ്പർ സ്ഥലമാണ് കേട്ടോ നമ്മുടെ. തീർച്ചയായിട്ടും എല്ലാം ലൈവ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ വീഡിയോ ലൈവ് ആയിരിക്കും എപ്പോഴും. ഞങ്ങള് തമ്മിൽ പരിചയപ്പെടണതേ പോർക്കുളം എന്ന് പറയുന്ന സിനിമയിൽ വെച്ചിട്ട്. പക്ഷെ എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. ഒരു രക്ഷയില്ല. വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഇവരുടെ വീഡിയോ ആസ്വദിക്കണ ടീമാണ്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഒരു നിസ്സാരകാരനല്ല കേട്ടോ നമ്മുടെ ചോട്ടാ ഭീം എന്ന് പറയുന്നത്. ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ 2ാമത്തെ പൊക്കം കുറഞ്ഞ ഒരു സംവിധായകനാണ് ചോട്ടാ ഭീം. ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയതാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്നുമില്ല, അതൊക്കെ അതിന്റെ വഴിയാ നടക്കുന്നത്. ഞങ്ങളുടെ പോർക്കളം എന്ന സിനിമയുടെ സംവിധായകന. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പായത്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതെ, ഞങ്ങള് പിന്നെ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോ ഷൈജു അവിടെ വരികയും എല്ലാ ദിവസവും പുള്ളിക്കാരൻ അടുത്ത് മുഹമ്മയിലാണ് വീട് ആയതുകൊണ്ട് റൂമൊന്നും വേണ്ട, ഞാൻ എല്ലാ ദിവസവും വന്നോളാന്ന് പറഞ്ഞ് കൃത്യം ഞങ്ങള് ലൊക്കേഷനിൽ എത്തണതിന് മുമ്പ് ലൊക്കേഷനിൽ വന്ന ഒരാളാണ് ഷൈജു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഏതൊരു കാര്യത്തിനും പുള്ളിക്കാരൻ ഭയങ്കര മുന്നിലാണ്. അത് കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതായത് ശരണ്യയും ഷൈജുവും കൂടി നടത്തുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്. നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിൽ ഇവരുടെ കുടുംബ വീഡിയോകള്, പാചക വീഡിയോകളൊക്കെ നമ്മളെല്ലാവരും ത്രില്ലടിപ്പിക്കുന്നതാണ്. ആർക്കും ഒന്നും പറയാനില്ല, അമ്മാതിരി വേറെ ലെവൽ. അപ്പൊ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഷൈജു ഇനിയും മുന്നോട്ടുണ്ട്. നമ്മുടെ അവാർഡ് കിട്ടിയതൊന്ന് കൂട്ടുകാരോട് പറഞ്ഞു. എന്തൊക്കെ അവാർഡാണ് കിട്ടിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു. അത് പിന്നെ
ആദ്യമായിട്ട് കിട്ടിയത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറഞ്ഞ സംവിധായകനുള്ള അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പുരസ്കാരം കിട്ടിയായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ്, അതായത് ചലച്ചിത്ര മേഖലയിൽ മുന്നണി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ മികവിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തന്നൊരു അവാർഡായിരുന്നു. അതൊക്കെ വളരെ സന്തോഷം. എന്നെ സ്വീകരിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരുപാട് പേര്, പക്ഷെ ഷൈജു അടക്കമുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് എനിക്കതൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കിട്ടുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഈ കായൽ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ പോർക്കളം എന്ന് പറയുന്ന സിനിമയുടെ അകത്ത് ഷൈജുവിന് ഞങ്ങൾ കൊടുത്തൊരു വേഷത്തിനകത്ത് ഷൈജു കായലിൽ മരിച്ചു കിടക്കുന്ന ഒരു സീനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുള്ളി അങ്ങ് പൊളിച്ചടിക്കുക. അതായത് സത്യം പറഞ്ഞ വെള്ളത്തിൽ ഇറങ്ങണവരും പേടിയായിരുന്നു. അന്നേരമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സീൻ തന്നെ വെള്ളത്തിൽ ചത്ത് കിടക്കണത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മ തന്നെ എന്താ പറയാ, പുള്ളിക്കാരൻ ബോഡിയൊക്കെ ലൂസ് ചെയ്തിട്ടിട്ട് ഈ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ ബോഡി കിടന്ന് ഇങ്ങനെ അനങ്ങണ ഒരു സീനുണ്ട് അതിനകത്ത്. എന്റെ അമ്മ എല്ലാവരും കൈയടിച്ചു പോയി. അമ്മാതിരി ഒരു സംഭവമായിരുന്നു. കൂട്ടുകാരെ, അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആദിത്യനതേ നമ്മുടെ അച്ചുകുട്ടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. കൂട്ടുകാരെ, വൈക്കത്ത് വന്നെന്ന സത്യം പറഞ്ഞാൽ നമ്മൾ വൈക്കത്ത് അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലേ? നമ്മൾ കഴിഞ്ഞ അഷ്ടമിക്കൊക്കെ ഇവിടെ വന്നായിരുന്നു. പകുതിക്ക് വെച്ച് പോന്ന അതാണ്. ശരണ്യ, ഇതേ നമ്മുടെ ആദിത്യന്റെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പുറകിൽ നിന്ന് വ്ലോഗ് ചെയ്യണത്. അപ്പൊ അവരുടെ ശല്യം ചെയ്യണ്ട. ക്യാമറാമാന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ഇവിടെ വന്നപ്പോഴത്തേക്കണ്ട ഈ ഇരിപ്പൊക്കെ കണ്ട. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് നടന്നോണ്ടിരിക്കുന്നു. കണ്ട കൂട്ടുകാരെ, ഒരു മണിയാണ് ഈ കിടക്കുന്നത്. അതെന്തോ ചെയ്തിട്ട് അതെന്തോ കറക്റ്റ് ആയില്ല ഞാൻ. അതെ. അപ്പൊ പിന്നെ അതേ നമ്മുടെ ഒരു ബസ് കിടക്കണ കണ്ട. കൂട്ടുകാരെ, അങ്ങനെ ഇവിടെ വന്ന് വൈക്കത്ത് വന്ന പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട നമ്മുടെ KTDCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇതിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് ഫുഡൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ ഒരു അടിപൊളി. ഞാനിത് പരസ്യം പറയല്ല കേട്ടോ, എന്നാലും ഇവിടെ കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തന്നെ കേറണം. എല്ലാരും കൂടി വരുമ്പോൾ കേറണുള്ളൂ. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഒത്തിരി കാഴ്ചകളൊക്കെ ഉള്ള നല്ലൊരു പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ ഇതാണ്. ഒന്നും പറയാനില്ല അല്ലേ? അടിപൊളി സ്ഥലം. അതെ, ഇന്നപ്പോ നമ്മുടെ കണ്ണപ്പനും അച്ചക്കുട്ടി എല്ലാരും കൂടി അങ്ങോട്ട് നമ്മള് ഇന്നൊരു വ്യാഴാഴ്ച അവധി കിട്ടിയപ്പോ അങ്ങോട്ട് പോകുന്നു. റംബുട്ടാന്റെ ഇതുപോലത്തെ റംബുട്ടാനല്ലേ, ഇതൊരു സൈസ് ചെടിയാണ്. ചെത്തിയുടെ ഇല പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും കമന്റ് ചെയ്യും. ഈ ഗന്തി ഒന്നെടുത്തൊന്ന് നിവർത്തി വെച്ചാണ്. ഐസ്ക്രീം വേണം നമ്മുടെ അച്ചുകുട്ടിക്ക്. ഐസ്ക്രീം വേണം. ചേട്ടാ 1 2 3 4 5 എനിക്ക് വേണ്ട ഐസ്ക്രീം. ഒരെണ്ണം തണുക്കാത്ത ഐസ്ക്രീം വേണം. ചോക്കോബാറാണോ വേണ്ട? എനിക്ക് ചോക്കോബാർ. എനിക്കൊരു തണുക്കാത്ത ചോക്കോബാർ. തണുക്കാത്ത ചോക്കോബാർ കണ്ട. ഇപ്പൊ അതിന് ഹിറ്റായി. തണുക്കാത്ത ചോക്കോബാർ നമ്മുടെ വൈക്കത്ത് കിട്ടും അല്ലേ? കണ്ണന് ചോക്കോബാർ. ശരണ്യൊക്കെ എന്നെ വേണോ? ഐസ്ക്രീം ആയിട്ട് വേണ്ട. അതാ എനിക്ക് ചോക്കോബാർ കഴിച്ചാൽ എനിക്ക് ചുമ പോയിട്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ ശരണ്യക്ക് ഐസ്ക്രീം കിട്ടി. അങ്ങനെ അതെ, എല്ലാവരും കൂടി അങ്ങോട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇച്ചിരി നേരം ഇവിടെയും ചെലവഴിച്ചോണ്ടിരിക്കുകയാണ്. ശരണ്യ, ഇത് എന്താണെന്നറിയാവോ? കുറെ അരുവ കൊത്തി വെച്ചിരിക്കുകയാണ് ഒരു തെങ്ങും കുറ്റിയ. അതിന്റെ താഴത്താണ് ശരണ്യ ഇരിക്കുന്നത്. അതാണ് ഞാൻ ഓർക്കണത്. പക്ഷെ മാറിയിരിക്കും. ഇതാരാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. നമുക്ക് വിപിനോട് തന്നെ ചോദിക്കാം. ഈ നമ്മുടെ വൈക്കത്ത് തന്നെയുള്ളതല്ലേ? എൻ്റെ ശരണ്യൊക്കെ ഒരു സംശയം.
ദേ ഈ കാണുന്ന പ്രതിമ ആരാണെന്ന്. എന്റെ പൊന്നു കണ്ണപ്പ, വേണ്ട വേണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. വേട്ടപ്പട്ടിയാ? എന്തു ആയിക്കോട്ടെ, നമുക്കേ അറിവുള്ളവരോട് ചോദിക്കണം. നമ്മുടെ ചോട്ടാവിനോട് തന്നെ ചോദിക്കണം. വൈക്കത്തുള്ള ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. ഇത് സത്യാഗ്രഹ സമൃദ്ധി ശില്പം എന്നാണ് ഇതിന് പറയണത്. ഇതിന്റെ ഇവിടെ ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ ഒരുപാട് അറിവുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതെ അതെ, ഒത്തിരി. അതാണ് ഈ കൊയ്ത്തരുവായൊക്കെ വെച്ചിരിക്കണം അല്ലേ? അതെ, വളരെ കഴിവുള്ള ഒരുപാട് ശില്പികൾ നമ്മുടെ വൈക്കത്തിന്റെ മണ്ണിലും കേരളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഓർമ്മകളും എല്ലാം ഈ ഒരു ശില്പം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെ അതെ, കണ്ട ശരണ്യ പറഞ്ഞ കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്ന കണ്ട. അതാണ് നമ്മുടെ സത്യാഗ്രഹത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത്. എന്റെ ശരണ്യ പുള്ളിക്കാരനല്ല. അതാണ് പറഞ്ഞത്, ഇത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ ശില്പങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു കാഴ്ച കണ്ടു പോയാൽ പോരാ, ഇതിലൊക്കെ അതായത് വൈക്കത്തിന്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് വൈക്കം. നമ്മുടെ വൈക്കം ബോട്ടിയെട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ കേരളത്തിലുള്ള എല്ലാ മലയാളികൾ ആരെയും ചെറുപ്പകാലത്ത് വൈക്കത്തഷ്ടമി വരാൻ വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു കാത്തിരിപ്പിന് അതിൻ്റെതായ ഒരു സുഖം ഉണ്ടായിരുന്നു. ആ അഷ്ടമി ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ വൈക്കം ഞങ്ങൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പറ്റില്ല. ലോകത്തിന്റെ എവിടെ പോയാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വൈക്കത്ത് വരണം ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങള് ഒരുപാട് നേരം ഇവിടെ നല്ല സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ വൈക്കത്ത് മണ്ണിൽ നിന്നും വീണ്ടും തിരിച്ച് നമ്മുടെ മുഹമ്മയിലേക്ക് പോവുകയാണ്. അപ്പൊ ബോട്ടിനല്ലേ തിരിച്ചു പോകുന്നത്? അപ്പൊ ഞങ്ങളിവിടെ മുഹമ്മ ബസ്സിനാണ് പോണത്. ഇങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്താണ് വന്നെങ്കിലും തിരിച്ചങ്ങോട്ട് പോകണത് ഞങ്ങൾ ഒറ്റ ബസ് കയറിയാൽ മതി ഇവിടെ നിന്ന്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്ത എല്ലാ സപ്പോർട്ടും തുടർന്നും ഇവർക്കൊപ്പം ഉണ്ടാവുക. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ നമുക്കിരുന്ന് കാണാൻ കഴിയുന്ന വീഡിയോകളും ഒക്കെയാണ് ഇവർ വരുന്നത്. നമ്മുടെ വീട്ടിൽ ഇവരുള്ളതുപോലെ തന്നെ ഒരു ഫീലാണ് ഇവരുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തുകൊണ്ട് നമുക്കിവരെ നല്ല ഒരുപാട് ഉയരങ്ങളിൽ നമുക്ക് എത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ എല്ലാവർക്കും